ഡിയേഴ്സ്, എക്സാം സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. SP ബക്ഷീഷ് സാറിൻ്റെ ഒബ്ജക്റ്റീവ് ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഏതൊരു എക്സാമിനും ഇത് വളരെയധികം നിങ്ങൾക്ക് ഉപകരിക്കും കേട്ടോ. അത് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എക്സാം ആയിക്കോട്ടെ, സ്റ്റേറ്റ് PSC ആയിക്കോട്ടെ, റെയിൽവേ എക്സാംസ് ആയിക്കോട്ടെ, ഏതൊരു എക്സാമിനാണെങ്കിലും വൊക്കാബുലറി സെക്ഷനിൽ നമുക്ക് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ക്ലാസ് 5 ആണ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഇഡിയം നിങ്ങൾ നോക്കിക്കേ, എന്താണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? ഡ്രക്കോണിയൻ ലോസ്. എന്താണ് ഡ്രക്കോണിയൻ ലോസ്? എന്താണ് ഡ്രക്കോണിയൻ ലോസ് എന്ന് പറയുന്നത്? ഡ്രക്കോണിയൻ ലോ എന്ന് പറയുന്നത് എന്താണ്? എക്സ്ട്രീംലി സിവിയർ ലോ. എക്സ്ട്രീംലി സിവിയർ ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടുത്ത നിയമം എന്നാണ് കേട്ടോ. കടുത്ത നിയമം. എവിടെ നിന്നാണ് ഈ ഡ്രക്കോണിയൻ ലോ വന്നേക്കുന്നതെന്ന് പറഞ്ഞു തരാം. BC 610 BC 610 ഏതൻസില് ജീവിച്ചിരുന്ന ഒരു നിയമ വിദഗ്ധനായിരുന്നു ഡ്രാക്കോ. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര്? ഡ്രാക്കോ. ഓക്കെ, ഡ്രാക്കോ. ഇദ്ദേഹം കൊണ്ടുവന്ന നിയമങ്ങൾ എന്ന് പറയുന്നത് ചെറിയ കുറ്റങ്ങൾക്ക് കടുത്ത ശിക്ഷ നൽകുക എന്നതായിരുന്നു. എങ്ങനെയായിരുന്നു? ചെറിയ കുറ്റങ്ങൾക്ക് പോലും കടുത്ത ശിക്ഷ. അപ്പോൾ ഡ്രാക്കോ വേറൊരു പേരിൽ അറിയപ്പെട്ടിരുന്നു ഡ്രാക്കോൺ. ഓക്കെ, ഡ്രാക്കോൺ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന നിയമങ്ങളുടെ പ്രത്യേകത എന്താണ്? ചെറിയ കുറ്റങ്ങൾക്ക് വലിയ ശിക്ഷ നൽകുക എന്നതായിരുന്നു കേട്ടോ. ജനങ്ങളെ വരുതിയിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെയുള്ള ലോ മുമ്പോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഡ്രാക്കോൺ കൊണ്ടുവന്ന ലോ ആയതുകൊണ്ട് ഇതിനെ ഡ്രക്കോണിയൻ ലോ എന്നാണ് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ഡ്രക്കോണിയൻ ലോ. അപ്പോൾ ഈ ഒരു ഇഡിയം വന്നേക്കുന്ന ഡ്രക്കോണിയൻ ലോ എന്ന് പറയുന്നത് ഈ ഡ്രാക്കോ എന്ന് പറയുന്ന ഒരു നിയമ വിദഗ്ധനിൽ നിന്നാണ് കേട്ടോ. സോ എന്താണ് ഡ്രക്കോണിയൻ ലോ എന്ന് പറയുന്നത്? എക്സ്ട്രീംലി സിവിയർ ലോ. ഓക്കെ, കടുത്ത ശിക്ഷ. പറഞ്ഞല്ലോ, ചെറിയ കുറ്റം ചെയ്താൽ പോലും നമുക്ക് വലിയ ശിക്ഷ നൽകുന്ന അത്തരത്തിലുള്ള നിയമങ്ങളെയാണ് നമ്മൾ എക്സ്ട്രീംലി സിവിയർ ലോ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ലോയാണ് ഡ്രക്കോണിയൻ ലോ എന്ന് പറയുന്നത് കേട്ടോ. So during emergency in 1975, the government imposed draconian laws. കണ്ടോ, 1975 അടിയന്തരാവസ്ഥ കാലത്ത് നമ്മുടെ ഗവൺമെന്റ് എന്ത് ഇമ്പോസ് ചെയ്തു? ഡ്രക്കോണിയൻ ലോ മീൻസ് കടുത്ത നിയമങ്ങൾ മുമ്പോട്ട് വെച്ചു. ഓക്കെ, മനസ്സിലായി? ഡ്രക്കോണിയൻ ലോ എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. എക്സ്ട്രീംലി സിവിയർ ആയിട്ടുള്ള ലോയിനെയാണ് നമ്മൾ ഡ്രക്കോണിയൻ ലോ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഇസ് ഡാം സ്ക്വിബ്. എന്താണ് ഡാം സ്ക്വിബ് എന്ന് പറയുന്നത്? കംപ്ലീറ്റ് ഫെയിലുവർ. ഓക്കെ, കംപ്ലീറ്റ് ഫെയിലിയർ, പാഴായി പോവുക അല്ലെങ്കിൽ നിരാശപ്പെടുക. ഡിസപ്പോയിൻമെന്റ്. എന്താണ്? ഡിസപ്പോയിൻമെന്റ്, നിരാശപ്പെട്ടു പോവുക. ഓക്കെ, പാഴായി പോവുക അല്ലെങ്കിൽ പരാജയപ്പെടുക. അതാണ് ഡാം സ്ക്വിബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡാം സ്ക്വിബ്. ഹെർ അറ്റംപ്റ്റ് വാസ് എ ഡാം സ്ക്വിബ്. അവളുടെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഫെയിലുവർ ആയിരുന്നു അല്ലെങ്കിൽ നിരാശാജനകമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടെണ്ണം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ഡ്രക്കോണിയൻ ലോ. ഡ്രക്കോണിയൻ ലോ മീൻസ് എക്സ്ട്രീംലി സിവിയർ ലോ. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ഡാം സ്ക്വിബ് എന്ന് വെച്ചാൽ എന്താണ്? കംപ്ലീറ്റ് ഫെയിലുവർ. ഓക്കെ, തേർഡ് വൺ എന്താ? ഡിഗ് ദ ഗ്രേവ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഡിഗ് ദ ഗ്രേവ് മീൻസ് ഡിസ്ട്രോയ്. ഡിസ്ട്രോയ് എന്ന് വെച്ചാൽ എന്താ? നശിപ്പിക്കുക. സ്വയം തന്നെ എന്താണ്? ആപത്തിലോട്ട് എടുത്തു ചാടുന്നതിനെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും മണ്ടത്തരങ്ങൾ ഒപ്പിക്കുന്നതിനെ നമുക്ക് ഡിഗ് ദ ഗ്രേവ് എന്ന് പറയാം കേട്ടോ. ഡു സംതിങ് ഫൂളിഷ്നെസ്. ചില മണ്ടത്തരങ്ങൾ ഒപ്പിക്കുന്നതിനെ നമുക്ക് ഡിഗ് ദ ഗ്രേവ് എന്ന് പറയാം കേട്ടോ. ബൈ ടേക്കിംഗ് ദ സൈഡ് ഓഫ് ദ കൾപ്രേറ്റ് ഹി ഡഗ് ദ ഗ്രേവ് ഓഫ് ഹിസ് റെപ്യൂട്ടേഷൻ. അതായത് കൾപ്രേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റവാളി. അപ്പൊ കുറ്റവാളിയുടെ സൈഡ് നിൽക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ റെപ്യൂട്ടേഷനെ എന്ത് ചെയ്യുന്നതാണ്? കുഴിച്ചു മൂടുകയാണ്. റെപ്യൂട്ടേഷനെ സ്വയമേ ഇല്ലാതാക്കുകയാണ്. ദാറ്റ് ഇസ് ദ ഡിഗ് ദ ഗ്രേവ്. ഡിഗ് ദ ഗ്രേവ് മീൻസ് എന്താണ്? ടു ഡിസ്ട്രോയ്. സ്വയമേ ഒരു ആപത്തിലേക്ക് പോയി ചാടുക അല്ലെങ്കിൽ എന്തെങ്കിലും മണ്ടത്തരങ്ങൾ ഒപ്പിച്ച് വെക്കുക. അതാണ് എൻ്റെ ഡിഗ് ദ ഗ്രേവ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? ഡയർ ഡെവിൽ എന്ന് വെച്ചാൽ ഫിയർലെസ് പേഴ്സൺ. എന്താണ്? ഫിയർലെസ് പേഴ്സൺ. വളരെ ധൈര്യശാലിയായിട്ടുള്ള വ്യക്തികളെയാണ് നമ്മൾ ഡയർ ഡെവിൽ എന്ന് പറയുന്നത്.
only a daredevil can face the land mafia. അപ്പോൾ ലാൻഡ് മാഫിയയെ ഫേസ് ചെയ്യാനായിട്ട് വളരെ ഫിയർലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ, വളരെ ധൈര്യം തൻ്റെടവുമുള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. സോ ദാറ്റ് ഇസ് ഡെയർ ഡെവിൽ. ഡെയർ ഡെവിൽ മീൻസ് വാട്ട്? ഫിയർലെസ് പേഴ്സൺ, വളരെ ധൈര്യശാലിയായിട്ടുള്ള വ്യക്തികൾ, പേടിയില്ലാത്ത വ്യക്തികൾ, ധൈര്യശാലികൾ. ഓക്കെ, ധൈര്യശാലികൾ ആണ് എന്ത് ഡെയർ ഡെവിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡെയർ ഡെവിൽ മീൻസ് വാട്ട്? ഫിയർലെസ് പേഴ്സൺ. ഓക്കെ, അടുത്ത് നോക്കിക്കേ, അടുത്ത എന്താണ്? എഗോൺ. എഗോൺ മീൻസ് ടു ഏർത്ത് സംബഡി. ടു ഏർത്ത് സംബഡി എന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചു വെച്ചോ കേട്ടോ. എഗോൺ എന്ന് പറയുന്നത് പഠിച്ചു വെച്ചോ. ഏർത്ത് സംബഡി മീൻസ് പ്രോത്സാഹിപ്പിക്കുക. 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 ഓക്കെ, അതാണ് എഗോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ക്യാപ്റ്റൻ എഗ് ദ പ്ലെയേഴ്സ് ഓൺ. എഗ് ദ പ്ലെയേഴ്സ് ഓൺ ടു കണ്ടിന്യൂ പ്ലേ ടിൽ ദ എൻഡ് ഓഫ് ദ മാച്ച്. അപ്പോൾ മാച്ച് തീരുന്നത് വരെയും എന്താണ്? കളി തുടരുന്നതിന് വേണ്ടിയിട്ട് ക്യാപ്റ്റൻ എന്ത് ചെയ്തു? പ്ലെയേഴ്സിനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരുന്നു. ഓക്കെ, എഗ്ഡ് ഓൺ മീൻസ് പ്രോത്സാഹിപ്പിച്ചു. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? ഈക്ക് ഔട്ട്. ഈക്ക് ഔട്ട്. ഈക്ക് ഔട്ട് മീൻസ് സപ്ലിമെൻ്ററി ഇൻകം. ഒരു ഇൻകത്തിനും നമുക്കൊരു ഇൻകം ഉണ്ട്, അതിന് പുറമെ നമുക്കൊരു ഇൻകം കിട്ടുകയാണെങ്കിൽ നമുക്കിനെ ഈക്ക് ഔട്ട് എന്ന് നമുക്ക് പറയാം. എന്തെന്ന് പറയാം? ഈക്ക് ഔട്ട് മീൻസ് നമുക്ക് ആൾറെഡി ഒരു ഇൻകം ഉണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? വേറൊരു സപ്ലിമെൻ്ററി ഇൻകം കൂടെ കൂട്ടിച്ചേർക്കുകയാണ് കേട്ടോ. കൂട്ടിച്ചേർക്കുക, അതിനാണ് നമ്മൾ ഈക്ക് ഔട്ട് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു ഈക്ക് ഔട്ട് ഹിസ് ഇൻകം, അതായത് അവൻ്റെ ഇൻകം ഒന്നുകൂടെ ഒന്ന് എന്താണ് ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഹി ഓൾസോ വർക്ക് ആസ് എ പാർട്ട് ടൈം അക്കൗണ്ടന്റ് ഇൻ ദ ഈവനിങ്. ഈവനിങ്ങിൽ വൈകിട്ട് അവൻ ഒരു പാർട്ട് ടൈം അക്കൗണ്ടന്റ് ആയിട്ട് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? ഈക്ക് ഔട്ട്. ക്ലിയർ? അടുത്ത് നോക്കിക്കേ, അടുത്ത എന്താണ്? എവർ ആൻഡ് ആനോൺ. പഠിച്ചു വെച്ചോ കേട്ടോ. എവർ ആൻഡ് ആനോൺ മീൻസ് നൗ ആൻഡ് ദെൻ അല്ലെങ്കിൽ സംടൈംസ്. നൗ ആൻഡ് ദെൻ അല്ലെങ്കിൽ സംടൈംസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കൂടെ ഇടയ്ക്കിടയ്ക്ക്. അതാണ് എവർ ആൻഡ് ആനോൺ എന്ന് പറയുന്നത്. ഹി വിസിറ്റ്സ് ഹിസ് പാരൻസ് എവർ ആൻഡ് ആനോൺ. അവൻ്റെ പാരൻസിനെ സന്ദർശിക്കുന്നത് കൂടെ സന്ദർശിക്കാറുണ്ട്, അല്ലെങ്കിൽ വല്ലപ്പോഴും സന്ദർശിക്കാറുണ്ട്. അതാണ് എന്ത് എവർ ആൻഡ് ആനോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഫാബിയൻ പോളിസി. പോളിസി ഓഫ് ഡിലൈയിങ് ഡിസിഷൻസ്. അതായത് തീരുമാനമെടുക്കാൻ എന്ത് ചെയ്യുന്നു? മനഃപൂർവ്വം ഡിലേ ആക്കുന്നു, താമസിപ്പിക്കുന്നു. ഓക്കെ, അതിനെയാണ് ഫാബിയൻ പോളിസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫാബിയൻ പോളിസി മീൻസ് സാവധാനം കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തെന്ന് പറയാം? സാവധാനം, കുറച്ച് സമയമെടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കറക്റ്റ് ടൈമിൽ ചെയ്യോ? ഇല്ല, കുറച്ച് ഡിലേ ആക്കിയിട്ടേ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ സാവധാനം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാൽ ഡിലേ ആക്കുകയും ചെയ്യും കേട്ടോ. കറക്റ്റ് ടൈമിൽ ചെയ്യത്തില്ല, ഡിലേ ആക്കിയിട്ടാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കാൾഡ് ഫാബിയൻ പോളിസി. പോളിസി ഓഫ് ഡിലൈയിങ് ഡിസിഷൻസ്. ഹി ഓൾവേസ് ഫോളോസ് ഫാബിയൻ പോളിസി ഇൻ ദ ഓഫീസ് മാറ്റർ. അയാളുടെ ഓഫീസ് കാര്യങ്ങൾ എപ്പോഴും എന്താണ്? ഫാബിയൻ പോളിസിയാണ് ഫോളോ ചെയ്യുന്നത്. അതായത് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യത്തില്ല, കുറച്ച് സമയം എടുത്ത് അയാളുടെ സമയത്തിനെ ചെയ്ത് തീർക്കത്തുള്ളൂ. ഓക്കെ, അതാണ് ഫാബിയൻ പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ, കട്ട് ത്രോട്ട് എന്ന് വെച്ചാൽ നമ്മൾ പറയാറില്ലേ, കഴുത്തെടുക്കുന്ന പരിപാടിയായി പോയെന്ന്. സെയിം തന്നെ കേട്ടോ, കഴുത്തെടുക്കുന്ന എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ വളരെ രൂക്ഷമായത്. ഓക്കെ, എന്താണ് കട്ട് ത്രോട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വെരി ടഫ്. ഓക്കെ, ദ കോമ്പറ്റീഷൻ വാസ് ഇൻ വെരി കട്ട് ത്രോട്ട് ഇൻ മാനർ. കോമ്പറ്റീഷൻ വളരെ ടഫായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, കട്ട് ത്രോട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത് ഫോളോ സ്യൂട്ട് മീൻസ് ടു ഇമിറ്റേറ്റ്. ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? അനുകരിക്കുക. ഇമിറ്റേറ്റ് ചെയ്യുക മീൻസ് വാട്ട്? അനുകരിക്കുക. ഇമിറ്റേറ്റ് ചെയ്യുക മീൻസ് വാട്ട്? അനുകരിക്കുക. ഫോളോ സ്യൂട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഇമിറ്റേറ്റ് ചെയ്യുക അഥവാ അനുകരിക്കുക. ഓക്കെ, ഇഫ് യു ആർ നോട്ട് ഷുവർ അബൌട്ട് ഡാൻസിങ്, വാച്ച് വാട്ട് അതേഴ്സ് ഡു ആൻഡ് ഫോളോ സ്യൂട്ട്. ഒക്കെ ഡാൻസ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നതൊന്ന് വാച്ച് ചെയ്യൂ, എന്നിട്ട് ജസ്റ്റ് അതിനൊന്ന് ഫോളോ ചെയ്തോളൂ. അതിനൊന്ന് ജസ്റ്റ് ഫോളോ സ്യൂട്ട്. ദാറ്റ് മീൻസ് അതുപോലെ ഒന്ന് എന്ത് ചെയ്തോളൂ? അതുപോലെ ഒന്ന് ഡാൻസ് ചെയ്തോളൂ. ഓക്കെ, അതുപോലെ അനുകരിച്ച് ഡാൻസ് ചെയ്തോളൂ. അതാണ് ഫോളോ സ്യൂട്ട്. ഫോളോ സ്യൂട്ട് മീൻസ് ടു ഇമിറ്റേറ്റ് ചെയ്യുക, അനുകരിക്കുക. ഓക്കെ, ക്ലിയർ?
അപ്പോൾ ഏതൊക്കെയാണ് നമ്മളിന്ന് പഠിച്ചത്? ഏതൊക്കെ ഇഡിയംസ് ആണ് പഠിച്ചത്? ഫസ്റ്റ് വൺ നമ്മൾ പഠിച്ച ഡ്രക്കോണിയൻ ലോ ആണ്, മീൻസ് എക്സ്ട്രീംലി സിവിയർ. അപ്പോൾ നിങ്ങൾ ഡ്രാക്കോ എന്ന് ഓർത്താൽ മതി. ഏതൻസിൽ ജീവിച്ചിരുന്ന ഒരു നിയമവിദഗ്ധനായിരുന്നു ഡ്രാക്കോ അഥവാ ഡ്രാക്കോൺ. അദ്ദേഹം മുമ്പോട്ട് വന്ന ലോ എന്ന് പറയുന്നത് ഡ്രക്കോണിയൻ ലോസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. വളരെ സിവിയർ ആയിട്ടുള്ള ലോ ആണ്. അതായത് ചെറിയ കുറ്റങ്ങൾ ചെയ്യുമ്പോൾ കടുത്ത ശിക്ഷ നൽകുന്ന തരത്തിലുള്ള നിയമങ്ങളായിരുന്നു ഡ്രക്കോണിയൻ ലോ എന്ന് പറയുന്നത്. ഡാം സ്ക്വിബ് മീൻസ് ഡിസപ്പോയിൻമെന്റ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഫെയിലുവർ എന്നുള്ളതാണ് ഡാം സ്ക്വിബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരാജയപ്പെട്ടു പോവുക, ഓക്കെ, അല്ലെങ്കിൽ നിരാശപ്പെടുക, അതാണ് ഡാം സ്ക്വിബ്. ഡിഗ് ദ ഗ്രേവ് മീൻസ് സ്വയമേ ആപത്തിൽ പോയി ചാടുക, അല്ലെങ്കിൽ ടു ഡിസ്ട്രോയ്, സ്വയം നശിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മണ്ടത്തരങ്ങൾ കാണിക്കുക. ദാറ്റ് ഇസ് ഡിഗ് ദ ഗ്രേവ്. ഡെയർ ഡെവിൽ മീൻസ് വാട്ട്? ഫിയർലെസ് പേഴ്സൺ എന്ന് വെച്ചാൽ എന്താ? വളരെ ധൈര്യശാലിയായിട്ടുള്ള പേഴ്സണെയാണ് ഡെയർ ഡെവിൽ എന്ന് പറയുന്നത്. എഗോൺ മീൻസ് വാട്ട്? പ്രോത്സാഹിപ്പിക്കുക. എന്താ? ടു ഏർജ് സംബഡി, ഓക്കെ, പ്രോത്സാഹിപ്പിക്കുക. നെക്സ്റ്റ് വൺ ഇസ് ഇക്കൗട്ട്. ഇക്കൗട്ട് മീൻസ് സപ്ലിമെന്ററി ഇൻകം. ആൾറെഡി ഒരു ഇൻകം ഉണ്ട്, അതിന് അഡീഷണൽ ആയിട്ട് ഒരു ഇൻകം കിട്ടുന്നതിനെയാണ് ഇക്കൗട്ട് എന്ന് പറയുന്നത് കേട്ടോ. എവർ ആൻഡ് ആനോൺ മീൻസ് നൗ ആൻഡ് ദെൻ ഓർ സംടൈംസ്, അതായത് കൂടെ കൂടെ. ഫാബിയൻ പോളിസി എന്താണ്? കാര്യങ്ങൾ കുറച്ച് ഡിലേ ആക്കുന്ന പരിപാടിനെയാണ് നമ്മൾ ഫാബിയൻ പോളിസി എന്ന് പറയുന്നത്. അടുത്ത് കട്ട് ത്രോട്ട് മീൻസ് വെരി ടഫ്, കഴുത്തെടുക്കുന്ന പരിപാടി, അതായത് വളരെ വളരെ ടഫാണ്, ഓക്കെ, വളരെ രൂക്ഷമായത് പറയാം. ഫോളോ സ്യൂട്ട് മീൻസ് എന്താണ്? ആ ഫോളോ എന്ന് പറയുന്നതിൽ തന്നെയുണ്ട് ഇമിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ അനുകരിക്കുക, അതാണ് എന്ത് ഫോളോ സ്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ 5th പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 5 പാർട്ട് കൂടെ ഉണ്ട്. അത് ഇതിൻ്റെ ബാക്ക് ടു ബാക്ക് ആയിട്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. PDF നോട്ട്സിന് വേണ്ടിയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. എക്സാം സ്ക്വയർ ബൈ സുധന്യ ജിജോ എന്ന് പറയുന്ന ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മറ്റൊരു ക്ലാസ്സുമായിട്ട് ടീച്ചർ വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.